ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് ഒരു വാക്ക്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ആയാലും എനിക്കായാലും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? എന്റെ ജീവിതത്തിലും ഞാൻ ഇങ്ങനെ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അത് കൃത്യമായി എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാമെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചപ്പോഴാണ് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം ഇപ്പോൾ എനിക്ക് 24 മണിക്കൂർ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആക്ടിവിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അത് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തിയത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് ആദ്യം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇന്ന് തന്നെ തയ്യാറാക്കി അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കി പോകുമ്പോഴാണ് നമ്മൾ ഏതൊരാൾക്കും സക്സസ് ആവാൻ സാധിക്കുന്നുള്ള. ഒരു എംപ്ലോയി ആയിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അങ്ങനെ ആ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി അത് കൃത്യമായി നടപ്പാക്കി പോകുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. ഞാൻ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ ചെയ്തു തീർത്തതിന് ശേഷം നാളത്തേക്കുള്ള കാര്യങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പേപ്പറിലാക്കി 1, 2, 3 എന്നുള്ള രീതിയിൽ എഴുതി തയ്യാറാക്കി വെച്ചതിന് ശേഷം ഉറങ്ങാൻ പോകും. നാളെ രാവിലെ ഇത് ചെയ്യുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക. അതിനുശേഷം അത് ചെയ്യാനുള്ള ആർജവം കൂടെ കാണിക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും അതിൽ സക്സസ് ആവാൻ പറ്റും. അത് ഉച്ചയ്ക്ക് മുമ്പ്, അതായത് ഒരു 10 മണി വരെ എന്ത് ചെയ്യണം, 12 മണി വരെ എന്ത് ചെയ്യണം, 3 മണി വരെ എന്ത് ചെയ്യണം, വൈകുന്നേരം 6 മണിക്കകത്ത് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് തീരുമാനം എടുത്തു വെക്കാം. അങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും, വിദ്യാർത്ഥി ആയിക്കോട്ടെ, അത് പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ആവാം, ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാളുടെ ആക്ടിവിറ്റികളൊക്കെ എത്ര സമയം കൊണ്ട് ചെയ്യണം എന്നൊക്കെ ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്ന് പരാതിയുള്ളവരാണ്, അല്ല അങ്ങനെ വിലപിക്കുന്നവരാണ്, തീർച്ചയായിട്ടും ഈ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് കൊണ്ടുതരും. ഒരു സംശയം വേണം. താങ്ക് യു.